ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് നേന്ത്രപ്പഴവും അരിപ്പൊടിയും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. അതിനായിട്ട് ഞാൻ 130 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. നേന്ത്രപ്പഴം നമ്മൾ കറുത്തൊക്കെ പോകുന്ന പഴം ഉണ്ടല്ല, ആ ഒരു പഴം എടുത്താൽ മതിയിട്ട്, അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതിവിടെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂട്ടി പൊടിച്ചതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതി ഇട്ടാ. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ശർക്കരപ്പാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് ചൂടോട് കൂടി തന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. ഈ ഒരു ശർക്കരപ്പാനിയുടെ മധുരം നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് ശർക്കരപ്പാനിയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഓവർ മധുരമൊന്നുമില്ല, നമുക്ക് ആർക്ക് വേണേലും കഴിക്കാവുന്ന ആവശ്യത്തിനുള്ള മധുരമാണ് ഈ ഒരു പലഹാരത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയൊരു ശർക്കര പാനി കൂടാതെ തന്നെ നമ്മൾ 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശമാവിനേക്കാളും കുറച്ച് ലൂസ് ആയിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി തയ്യാറാക്കുന്ന സമയത്ത് മാത്രം നമ്മൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. തേങ്ങാക്കൊത്തിന്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടി ഇട്ട് കൊടുക്കാം. പഴം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ പഴവും തേങ്ങാക്കൊത്തും നല്ല പാകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ പഴം ഉടഞ്ഞു പോവാതെ നോക്കണം കേട്ടാ. ഇതിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റി വെക്കാം. കുറച്ച് മാത്രം ആ ഒരു പാനിൽ വെച്ചതിന് ശേഷം ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. നല്ല ചൂടുള്ള പാൻ ആയതുകൊണ്ടും പിന്നെ അരിപ്പൊടിയാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റ് ആയിട്ട് വരും. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള പഴവും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മൂടി വെച്ച് കൊടുക്കാം. അതിന്റെ മുകളിലുള്ള ഒരു ഹോള് ചെറിയൊരു പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതിട്ടാ. ഇപ്പൊ 15 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പലഹാരം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടാ. അതിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. നല്ല കറക്റ്റ് ആയിട്ടുള്ള വേവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നേന്ത്രപ്പഴവും അരിപ്പൊടിയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചത്. ഈ ഒരു പലഹാരത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്നതിൽ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്